നിങ്ങൾ ഈ താഴെ കാണുന്ന കുട്ടി ഉണ്ടല്ല, ഇന്ന് ഉച്ചക്ക് ആത്മഹത്യ ചെയ്തു. 4 വയസ്സുള്ള ഒരു കൊച്ചിനെ ഇട്ട് വെച്ചിട്ടാണ് പോയത്. ഡിവേഴ്സാണ്, വാടക വീട്ടിലാണ് താമസം. അതിലേറെ എന്നെ അത്ഭുതപ്പെടുത്തിയതുണ്ടല്ല, 209K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ് ഈ പറയണ ചിന്നു പാപ്പു എന്ന അക്കൗണ്ടുള്ള കെ രേഷ്മ എന്ന പെൺകുട്ടി. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളോട് പറയാനുള്ളത്, ആരും 100% സന്തോഷത്തോടു കൂടി ഒരിക്കലും ജീവിക്കുന്നില്ല. എല്ലാവരുടെ ലൈഫിലും, ഈവൻ അംബാനി ആയിക്കോട്ടെ, യൂസഫ് അലി ആയിക്കോട്ടെ, എല്ലാവരുടെ ലൈഫിലും ഈ സങ്കടങ്ങളുണ്ട്. ഈ ഞാനടക്കം ഒരിക്കലും ഇനി ജീവിതത്തിലോട്ട് തിരിച്ചു വരില്ല എന്നടക്കം എൻ്റെ വീട്ടുകാരടക്കം വിചാരിച്ച ഞാനാണെന്ന് നിങ്ങളോട് ഇത് പറയുന്നത്. അത്രക്ക് ഞാൻ കിടന്നു പോയിട്ടുണ്ട്. എൻ്റെ ഉമ്മ പറഞ്ഞു, മോനെ നീ ഗൾഫിലോട്ട് പോകണ്ട, നീ ഇവിടെ നിന്നിട്ട് വേറെ വല്ല ജോലി നോക്കിക്കോന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഉമ്മയോട് പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ മരിക്കുന്നുണ്ട് വെച്ചാൽ ഞാൻ ഗൾഫിൽ അവിടെ കിടന്നിട്ടേ മരിക്കുള്ളൂ. കാരണം നാട്ടിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇത്രയുണ്ട് സാലറി, പഠിച്ചവർക്കൊന്നും ഒരു കാര്യം നാട്ടിലില്ല. അൽഹംദുലില്ലാ. അപ്പൊ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ആർക്ക് പോയി? എൻ്റെ വീട്ടുകാർക്ക് പോയി. ഇന്ന് എനിക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടാവില്ല, എനിക്ക് എൻ്റെ കൊച്ചിനെ കാണാൻ പറ്റില്ല, എനിക്കിങ്ങനെ ഒരു ജീവിതം ഉണ്ടാവില്ല. ഇപ്പോൾ ഓരോ ലെസണും ഓരോ അനുഭവങ്ങളാണ് ജീവിതത്തിൽ. എനിക്ക് അന്ന് ഒരുപാട് പാഠങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എൻ്റെ ലൈഫിൽ ആരൊക്കെ ഉണ്ടാവും, ആരൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒരു പാഠം പടച്ചോനായിട്ട് അതൊക്കെ മനസ്സിലാക്കി തരണം. അതൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു മനക്കട്ടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ കൊച്ചിൻ്റെ വീഡിയോ ഒക്കെ കണ്ടോക്കി. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ആലോചിക്ക്. ആ കൊച്ചിനെ ആലോചിച്ചാ ഈ ഒരു ആത്മഹത്യ ചെയ്യുമ്പോൾ ആ കൊച്ചിൻ്റെ സിറ്റുവേഷൻ എന്തായിരിക്കും? ആ കൊച്ചിനെ ഓർത്തെങ്കിലും ചെയ്യാണ്ടിരിക്കണ്ടേ? എങ്ങനെ ചെയ്യാൻ തോന്നി? എനിക്ക് ആകെ ഷോക്കായി. കാരണം എനിക്കൊണ്ടൊരു കൊച്ചു, 4 വയസ്സുള്ളൊരു കൊച്ചുണ്ട്. അതില്ലാത്തൊരു സാഹചര്യം ആലോചിച്ചൊക്കെ ആ കൊച്ചിനെ എങ്ങനെ ജീവിക്കും? അതിനാരുണ്ട്? ഡിവേഴ്സാണ്, ഭർത്താവില്ല കൂടെ. ഇതേപോലുള്ള നിമിഷങ്ങൾ എല്ലാവരുടെ ലൈഫിലും കടന്നു വരും മക്കളെ. അത് ആലോചിച്ചു. ആ ഒരു ടൈമിൽ എടുത്ത് ചാടി തീരുമാനം എടുത്താൽ പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. ആലോചിച്ചു. പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ആദ്യം അവർക്ക് വേണ്ടത് ഒരു തൊലിക്കട്ടി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ സഹിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കി കൊടുക്കുക. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ലൈഫിലുണ്ട്, അതൊക്കെ നേരിടണം, ധൈര്യത്തോടെ നേരിടണം എന്നൊരു മനക്കട്ടി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് ഇപ്പോഴത്തെ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ന്യൂജന്, അവർക്ക് നമ്മളെ പോലെയല്ല. എന്താഗ്രഹിച്ച് കഴിഞ്ഞാൽ കിട്ടാൻ പെട്ടെന്നൊരു ദിവസം അത് കിട്ടാണ്ടായി കഴിഞ്ഞാൽ അവർക്ക് അത് താങ്ങാനുള്ള ശക്തി ഇല്ല. അതാണ് പ്രധാനം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ.